ഒലവക്കോട് ടു മലമ്പുഴ. സായി ഹോസ്പിറ്റലുണ്ട്, അവിടെ ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ പോകാം. പക്ഷേ സായി ഹോസ്പിറ്റലാണ് നല്ല കണ്ണ് സർജൻ ഉള്ളത്. സായി ഹോസ്പിറ്റലാണ്. അയാൾ ഇവിടെ സർജറി ചെയ്യാൻ മാത്രം ഇവിടെയാണ് വരികയെന്ന് പറഞ്ഞത്. ഓക്കെ, സോ അമ്മ പറഞ്ഞത് സായി ഹോസ്പിറ്റലിൽ നല്ല കണ്ണ് ഡോക്ടർ ഉണ്ട് എന്ന് പറഞ്ഞു. പേരറിയില്ല എന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം മുറ്റാണെന്ന് പറഞ്ഞു. അന്നും പറഞ്ഞു, അങ്ങനെയും പറഞ്ഞു. അല്ല വ്ളോഗ് ഇല്ലല്ല, ഞാൻ ഈ വോയിസ് തന്നെ ഇടുള്ളൂ. വോയിസ് ഒന്നും എഡിറ്റ് ചെയ്യില്ല. സേം വീഡിയോ നമ്മളിടും. റെയിൽ നഗർ. റെയിൽ നഗർ. ഇത് കൂടെ മലമ്പുഴ ഡാം ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നത്. ഡാമും പാർക്കും വേറെയാ. ഓക്കെ, തെറ്റി ഗൈസ്. നമ്മൾ തിരിച്ചു പോകുന്നു. ആ റോട്ടിൽ കൂടെയായിരുന്നു പോകേണ്ടത്. ആ റോഡ് ഇവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഈ റോഡ് കൂടെ യെസ് ഗോ സ്ലോ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അവിടെ തിരിയും. നല്ല ഇത് നല്ല റോഡാട്ടോ. റോഡാണ്, പക്ഷേ പുത്തൂർ ക്ഷേത്രം. അപ്പൊ നമ്മൾ മലമ്പുഴ എത്തുമോ? ഓണടിക്കേ. ഇത് ഭയങ്കര വളവാട്ടോ ഇവിടെ റോഡ്. കറക്റ്റാ, സൂക്ഷിച്ചു പോണം. വളഞ്ഞ റോഡാ. നമ്മളിപ്പോ മല കണ്ടു തുടങ്ങി. പുരാതനമായ കുറേ വീടുകളൊക്കെ ഉണ്ട് ഇവിടെ. ഓടിട്ടുണ്ട്. അമൃത വിദ്യാലയം ഇത് കൂടെയാണ്. ചോദിക്കണം. നൂതനമായ ടെക്നോളജി ഓക്കെ, ഇതൊരു ഭയങ്കരമായ വളവാണ്.
ഉണ്ടോ? അമ്മു മാപ്പ് നോക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. കുറെ നേരം പോകാനുള്ള ഇവിടെ കുറെ പാടങ്ങളുണ്ട്. സമ്മർ ആയതുകൊണ്ട് അധികം പച്ചപ്പില്ല. മഴക്കാലത്താണെങ്കിൽ ഗ്രീൻ ഗ്രീൻ ട്രീസ്. റോഡ് അടിപൊളി റോഡാണ്. ചെറിയ വീതി കുറവാണെങ്കിലും നല്ല റോഡാണ്. ഓക്കെ, ഇനി ഒരു ജംഗ്ഷൻ വരുമ്പോൾ ലെഫ്റ്റിലോട്ടാ. ഓക്കെ. ഇവിടെ കടുക്കാംകുന്ന്, ഇതാണ് കടുക്കാംകുന്ന്. മലമ്പുഴ നമ്മൾക്ക് ലെഫ്റ്റിലോട്ട് പോകണം. ഓക്കെ, ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലോട്ട് പോകണം മലമ്പുഴ. കാണുമല്ലേ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇതേ വരെ നമ്മുടെ മലമ്പുഴേൻ്റെ മലയൊക്കെ കണ്ടു. ഒരു ബസ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ആ റോഡാണ് ഇപ്പം ഈ വഴിയാണ് പടഞ്ഞത്. അവിടെ ഒരു പാലം വരുന്നുണ്ട്. പാലം വന്നാൽ നമുക്ക് പാലം പണി കുറേ ആ വഴിയാ, അങ്ങോട്ട് പോകണം. പാലഞ്ച് പറക്കി പോവാം. ശനിയാഴ്ച പോയാലോ? ഞായറാഴ്ച. അറിയാൻ പറ്റില്ല. ഇനിയിപ്പോൾ എപ്പോഴാണ് മറ്റേ അത് വരാൻ ഈ ആഴ്ച എന്തായാലും ഉണ്ടാവും. ആര് ഭവിയോ? ബെസ്റ്റ് ജോലി ചെയ്തു മൃഗ ഡോക്ടർ. ഫാന്റസി പാർക്ക്. ഫാന്റസി പാർക്ക്.
ഫസ്റ്റ് ഫാൻറ്റസി പാർക്കാണ്. അത് കുറേ റൈഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മളൊരു നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മൾ കവാ സൈഡ് ഇവിടെ ഒരു ടൂറിസ്റ്റ് ഹോം ഉണ്ട് കേട്ടോ. പശ്ചിമഘട്ടം. ബസ് ഉണ്ട്. ബസ്സിൽ വരുന്നവർക്ക് ബസ്സിൽ വരാം. വാളയാർക്ക് പാലക്കാടാണ്. വാളയാർക്ക് പാലക്കാട്. മലമ്പുഴ എത്തുന്തോറും മരങ്ങളാണ് രണ്ട് സൈഡിലും. ബ്യൂട്ടിഫുൾ പ്ലേസ്. മഴ തെരഞ്ഞു പോണു ഗൈസ്. ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞത് കുറച്ച് തണുത്തൂട്ടാ. ഒലവക്കോട്ട് മലമ്പുഴ റോഡ് കുറേ നഴ്സറി ഉണ്ട്. പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. അവിടെ ഉണ്ടാ പുല്ല് നോക്കാം. ഒരു ചെറിയൊരു വെച്ചിട്ട് വെച്ചോ എങ്ങനെ ഉണ്ടാവും വളർന്നു ട്രയൽ ആൻഡ് ബേസിസ്. നല്ല മീമണം ഉണ്ട് ഗൈസ്. മീൻ ഫ്രഷ് മീനൊക്കെ വാങ്ങിക്കാം. ഇവിടെ രണ്ട് റോഡ്. ഈ രണ്ട് റോഡ് അതെ, ഈ റോഡ് നമ്മൾ റൈറ്റിലോട്ട് തിരിഞ്ഞു. നമ്മുടെ കവ ഈ സൈഡ്, ഈ സൈഡ് കവ, റൈറ്റ് സൈഡ് കവ. നീ എവിടേക്കാ പോണത്? നീ എങ്ങോട്ടാ പോണത്? കവ റൈറ്റ് സൈഡ് അങ്ങോട്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് റോഡ് എടുത്ത് പോയാണ് ഗൈസ്. ഇനി എനിക്കറിയില്ല. ഓക്കെ, തട്ടുകടയൊക്കെ ഉണ്ട് ഇവിടെ കുറെ. ഐസ്ക്രീം കഴിഞ്ഞ് ഇവിടുത്തെ റോഡ് അത്ര പോരാട്ടാ. മലമ്പുഴയിലെ MLA-യുടെ ശ്രദ്ധയ്ക്ക് ഇവിടുത്തെ റോഡ് അത്ര പോരാ. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കേണ്ടത്. പുതിയ MLA. ഇതിൽ ഫിഷ് അക്വേറിയം ഉണ്ട് ഇവിടെ. റോപ്പ് വേന്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇപ്പൊ നമ്മളിപ്പോ റോപ്പ് വേയിൽ പോകുന്നില്ല. അപ്പൊ നമ്മൾ നേരെ റോപ്പ് വേ. ഇപ്പൊ നമ്മൾ റോപ്പ് അവിടെ പോകാൻ പറ്റില്ല. കാറ് ബ്ലോക്ക്.
കാർ പോകാൻ പറ്റില്ല. പോവാൻ പറ്റും. We need to take a turn. I don't think that's dead end. ഞാൻ പോണ്ടെന്ന് പറയണതിലൊക്കെ പോകുന്നുണ്ട് ഗൈസ്. പിന്നെ എനിക്കറിയില്ല ഗൈസ്. That's a dead end. ഇതാണ് റോപ്വേയിൽ പോകേണ്ട സ്ഥലം. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ വാന നിരീക്ഷണ കേന്ദ്രം എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. വാനയാണടി. ഇവിടെ ഓക്കെ, ഇവിടെ നിന്ന് തിരിഞ്ഞ് നമ്മൾ പോകുന്നുണ്ട്. ഇവിടെ നല്ല വ്യൂ ഉണ്ട്. ഓക്കെ, അതാണ് മലമ്പുഴ ഗാർഡൻ. അയ്യോ ഭയങ്കര ശോകമാണ്. ഓക്കെ, ഇതും നമ്മൾ MLA-യുടെ ശ്രദ്ധയ്ക്കായി വിടുന്നു. മലമ്പുഴ ഗാർഡൻ കരിഞ്ഞുണങ്ങി കിടക്കുന്നുണ്ട്, അതൊന്നും ശരിയാക്കണം. ഇത് നമ്മളിങ്ങനെ കൂട്ടും കാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കണം. റോഡ് ഇവിടെ വലിയ കുഴപ്പമില്ല, പക്ഷെ എന്നാലും നമ്മൾ ഇവിടെ കുറച്ച് CCTV ക്യാമറ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കുമെന്ന് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. പിന്നെ റോഡിൽ കുറച്ച് കുണ്ടും കുഴിയൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാക്കണം. മലമ്പുഴ ഇപ്പോൾ ഇതൊക്കെ ഭയങ്കരമായി വറ്റി വരണ്ട് കിടക്കുകയാണ്. നമ്മൾക്ക് അവിടെ പോവാം, നമ്മൾ അവിടെയാണ് പോകാൻ പോകുന്നത്. വേനലായതുകൊണ്ട് നമുക്ക് വേനലിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. മഴക്കാലം ആകുമ്പോൾ ഇത് ഫുള്ള് നിറഞ്ഞിരിക്കും. എൻട്രി ഇൻടു മലമ്പുഴ റിസർവോയർ. മലമ്പുഴ ഡാമിലോട്ടുള്ള എൻട്രി. ഇവിടെ നിന്ന് അടിപൊളി വ്യൂ ആണ് ഗൈസ്. മഴക്കാലത്ത് ഇത് ഫുള്ള് നിറഞ്ഞിരിക്കും, പക്ഷെ ഇപ്പോൾ നമ്മൾക്ക് ഡാമിനോട്ട് ഉള്ളിലോട്ട് ഇറങ്ങിച്ചെല്ലാം. അതൊരു ബ്യൂട്ടിയാണ്. അവിടെയൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ അവിടേക്കാണ് പോകാൻ പോകുന്നത് ഗൈസ്. ഓക്കെ, ഇവിടെ നമ്മളിങ്ങനെ പോകുന്നു. ചെറിയ റോഡാണെങ്കിലും വലിയ കുഴപ്പമില്ല, റോഡ് ഓക്കെയാണ്. പക്ഷെ എന്നാലും ഇവിടെ കുറച്ച് CCTV ക്യാമറ സെക്യൂരിറ്റി ഗാർഡൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു ഫോർ സേഫ്റ്റി. ഇവിടെ ഹോം സ്റ്റേ ഉണ്ട്, ഹിൽ വ്യൂ ഹോം സ്റ്റേ ഉണ്ട്. ഇവിടെ അതേ കാട്, റബ്ബർ കാട് ഉണ്ട്. ഇവിടെ വണ്ടി നടന്നു പോകാനുള്ള സ്ഥലമുണ്ട്. അങ്ങോട്ട് പോയിട്ട് നോക്കാം എന്തൊക്കെയുണ്ട് നോക്കാം. ചിലപ്പോൾ വണ്ടി കൊണ്ടുപോയി ഇവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മള് ഇവിടെ ചെറിയൊരു കടയൊക്കെ ഉണ്ട്, നമുക്ക് ചെറിയ ജ്യൂസ് ഒക്കെ കുടിക്കാൻ പറ്റിയ കട. ഇതാണ് നമ്മുടെ ഡാം ഗൈസ്. മലയിൽ കൂടെ കയറണം, എന്റെ കാല് പൊളുക്കും. ചാളിയല്ല, ചാളിയൊന്നും ഉണ്ടാവില്ല. മഴ പെയ്യുന്ന പോലെ ഉണ്ട്, അടിപൊളി. അയ്യോ അമ്മേ, ഇത് കാർ ഇങ്ങനെ പോകുന്നത് ഒരു വലിയ പോകുന്ന റോഡാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, റോഡ് നല്ല റോഡാണ്. ഇവിടുന്ന് വേണേ എവിടെ നിർത്തി നടക്കാം, കാരണം ഇത് അത്ര കുത്തനെ ഇറക്കൂല. പക്ഷെ ഇവിടെ നിർത്താൻ പറ്റില്ല ഗൈസ്, ഇത് റോഡാണ്, ഇതിൽ നിർത്താൻ പറ്റില്ല. ആൾക്കാരൊക്കെ വന്നു പോയിക്കൊണ്ടിരിക്കും. ഇവിടെ നിർത്താൻ പറ്റില്ല ഗൈസ്. കുറച്ച് അച്ഛൻ വരെ പോയിട്ട് വരാം, എന്തായി നോക്കാം. ചിലപ്പോൾ സർക്കിൾ കിട്ടിയാൽ നല്ല. ഞാൻ ഒരു പ്രാവശ്യം ഇതിൻ്റെ ഉള്ളിൽ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മ ഉണ്ടാവും. എന്തോ നമ്മളിവിടെ പോയിട്ട് ഫോട്ടോ എടുത്തൊക്കെ. മഴക്കാലത്ത് ഇവിടെയൊക്കെ നല്ല ചെറിയ ചെറിയ നീരരുവികളൊക്കെ ഉണ്ടാവും. അത് ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ എല്ലാം കരിഞ്ഞു ഉണങ്ങി കിടക്കുകയാണ്. പാട്ട് പാടും. പിന്നെ കുറെ റീൽസ് ഒക്കെ എടുക്കുന്നുണ്ട് യൂട്യൂബ് ചാനൽ. അവര് ഫുഡ് കഴിക്കാണ്. Picnic spot. Right to be. Right to be shooting. Oh, sorry guys, that's right to be shooting.
all white dress hair cutting over there. ഓക്കെ, നമ്മൾ വേനൽക്കാലത്താണെങ്കിൽ ഇവിടെ മറ്റേ കല്യാണമൊക്കെ അറേഞ്ച് ചെയ്യാൻ പോകുന്നു അറിയില്ല. ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഇവിടെ ചെയ്യാൻ ഓക്കെ, ഇതേതോ കല്യാണ പാർട്ടികളാണ് തോന്നുന്നു. അവര് ഒരു പ്രീ വെഡിങ് ഷൂട്ടിംഗ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. പക്ഷെ ശരിക്കും പേടിച്ചു വളരെ നമ്മളിങ്ങനെ പറ്റുകൊണ്ടിരിക്കുകയാണ്, എവിടേക്കാന്ന് അറിയില്ല. ഇവിടെ വന്ന കുറെ വീടുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഹോം സ്റ്റേ ആണ്, ചായക്കടയുണ്ട്. ഇനി അങ്ങനത്തെ നമ്മളിവിടെ എന്നിട്ട് ഇവിടെ നിർത്താം. ഇത് ഇറങ്ങിപ്പോകാൻ പറ്റുന്നു അല്ലേ? ഇയാളുടെ ചായക്കട ആ മറ്റേ റീലുണ്ട്. അത് വരുമ്പോ നോക്കാം. I have my cooling glass. എന്റെ ഫോൺ എടുക്കട്ടെ. ഏത് കൂടെ വന്നു പോകും. ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് കാണുന്നില്ലേ? സൂക്ഷിച്ചൊക്കെ വരണം ഗൈസ്. അത് കാരണം ഇവിടെ റബ്ബർ കാടാണ് കണ്ട. നമ്മൾക്ക് വേണമെങ്കിൽ ഇതിനകത്തൊക്കെ പോയി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. സൈഡിൽ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. ഇങ്ങനെ പോയി വന്നാൽ നമുക്ക് ഇവിടെ നടന്നു പോവാന്നാണ്. ശരി, അറ്റം വരെ പോയി നോക്കിയിട്ട് വരാം. എന്നിട്ട് എന്താണ് ഓക്കെ, ഇതിനൊരു അറ്റം ഉണ്ടാവും. അതിൽ അറ്റത്തിലേക്കാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ കുറെ വീടുകളൊക്കെ ഉണ്ട്. മേലെ നോക്കൂ, എന്തോ മേഘം. അവിടെ നല്ല തണുപ്പായിരിക്കും മേലെ. ഫ്രണ്ടിലോട്ട് പോവുകയാണെങ്കിൽ നല്ല വ്യൂ ആണ്. റോഡൊക്കെ അടിപൊളിയാണ്. ഇവിടെ അധികം വണ്ടി പോകില്ലല്ലോ. ഇത് ബസ്സില്ല, ഇവിടെ ബസ് വരില്ല. ഈ ഒരു വ്യൂ കാണണമെങ്കിൽ നമ്മൾ സമ്മറിൽ തന്നെ വരണം ഗൈസ്. അതെ, വളരെ ശരിയാണ്. അവിടെ കുറെ ആടൊക്കെ മേയുന്നുണ്ട്. നല്ല ഓക്കെ, പോവാം. ആ, ഇവിടെ നടന്നങ്ങോട്ട് പോകാൻ തോന്നുന്നുണ്ട്. അറിയില്ല. ഓരോ സ്ഥലവും നമ്മൾ എവിടെ സ്റ്റോപ്പ് ചെയ്യാന്ന് അറിയില്ല. എവിടെ സ്റ്റോപ്പ് ചെയ്യണം?
വഴി. ഇല്ലേ നമ്മൾ ആ ഞാൻ പറയാണെങ്കിലേ നമുക്ക് ഇവിടെ നിർത്തിയിട്ട് പോവാം. കാരണം അവിടേക്ക് വെള്ളം ഇനി ഇല്ല. ഇനി പോയിട്ട് കാര്യമില്ല. ഇല്ല അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഗ്യാപ്പ് ഞാൻ കണ്ടായിരുന്നു. ഇവിടെ നിന്ന് തിരിയാണ് ഗൈസ്. ഓക്കെ, അപ്പൊ അറ്റത്ത് പോയി തിരിച്ചു വരണ. അവിടെ തിരിച്ചു വന്നിട്ട് നമുക്ക് ഇറങ്ങാം. അല്ലെങ്കിൽ പിന്നെ ഞങ്ങോട്ട് പോകണ്ട. അവിടെ അറ്റം പറഞ്ഞാൽ എവിടേക്കാണ് ഇനി മലയോരം കഴിക്കാമല്ലോ അവിടെ പോയി. ഇല്ല അച്ഛൻ നമ്മൾ അറ്റം എത്തിയില്ലേ. ഇല്ല ഇവിടെ നിന്ന് ഇവിടെ പോയി ഞാൻ വഴി കണ്ടു കൂടെ ഇറങ്ങാനുള്ള. അവിടെ പോയി നോക്കിയിട്ട് നോക്കിയിട്ട് വരാം അല്ലേ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇറങ്ങാൻ പോവാണേ. ഇവിടെ ഗ്യാപ്പ് കണ്ടാ ആ ഇറങ്ങുന്ന ഗ്യാപ്പ് കയറ്റി ബാഗ് എടുക്കണ്ട. എല്ലാ ബാഗ് കൊടുത്തു. നമ്മളിപ്പോ എവിടെ പറ മലമ്പുഴ. കുഴപ്പമില്ല.